2014 ശേഷം എപ്പോഴെങ്കിലും ഇടത് ബന്ധം ഉപേക്ഷിച്ചത് വേണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊരു റീതിങ്കിങ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്? കുറ്റബോധമല്ല, തിരിച്ച് വലിയ ആശ്വാസമാണ്. കാരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സർവ്വ നന്മകളെയും തകർത്തു കൊടുക്കാമെന്ന് ആരാച്ചാരം വാങ്ങിക്കൊണ്ടാണ് CPM ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. എന്ത് ഇടതുപക്ഷ സ്വഭാവമാണ് ഇന്ന് ഈ പാർട്ടിക്കുള്ളത്? എന്ത് ഇടതുപക്ഷ നയമാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 57 മുതൽ സഖാവ് EMS മുതൽ സഖാവ് VS വരെ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരായി ഇത്തരം പകൽ പോലെ തെളിഞ്ഞ അഴിമതി ആരോപണങ്ങൾ അതൊന്നാണോ? ഒന്നിനു പുറകെ ഒന്നായി നിരവധി അഴിമതി ആരോപണങ്ങളുടെ ചെളിക്കുണ്ടിലല്ലേ ഈ സംസ്ഥാന മുഖ്യമന്ത്രി നിൽക്കുന്നത്? ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണത്തിന് പോലും തയ്യാറാകുന്നുണ്ടോ? BJPയുമായിട്ടുള്ള രഹസ്യബാന്ധവത്തിൻ്റെ ഇപ്പോൾ രഹസ്യബാന്ധവമല്ല, പരസ്യബാന്ധവത്തിൻ്റെ പേരിലല്ലേ അദ്ദേഹം സ്വൈരമായി കേരളത്തിൽ സഞ്ചരിക്കുന്നത്? BJPയുടെ ഔദാര്യത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിൽ സഞ്ചരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരായി, മമതാ ബാനർജിക്കെതിരായി, മാഡം സോണിയാഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി, പ്രിയങ്ക ഗാന്ധിക്കെതിരായി, DK ശിവകുമാറിനെതിരായി, അതുപോലെ സഞ്ജയ് സിംഗിനെതിരായി, സ്റ്റാലിനെതിരായി എത്രയോ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരായി ഇല്ലാത്ത കാര്യത്തിന് കേസുണ്ടാക്കി ED കേസെടുക്കുമ്പോൾ CBI പിന്നാലെ പോകുമ്പോൾ ഇവിടെ പകൽ പോലെ തെളിഞ്ഞ കേസുകൾ, നിരവധി കേസുകൾ, ലൈഫ് മിഷൻ കേസായാലും മാസപ്പടി വിവാദമായാലും ഡോളർ കള്ളക്കടത്തായാലും സ്വർണ്ണക്കള്ളക്കടത്തായാലും എത്ര വിഷയങ്ങളാണ്. എന്തേ കേസെടുക്കാത്തത്? എന്താ ലാവ്ലിൻ കേസ് കേൾക്കാത്തത്? കരുവന്നൂർ ED വന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല. പരമാവധി പോയാൽ കുറേ ജീവനക്കാരിൽ നിൽക്കും. അത് ED വന്നാലും അന്വേഷിച്ചാലും അവസാനം നിൽക്കാൻ പോകുന്ന കുറേ ജീവനക്കാരിൽ നിൽക്കും. അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരാനേ പോകുന്നില്ല.